ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ, നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ നമ്മുടെ കർത്താവ്, താൻ പറഞ്ഞതിനെ നിവർത്തിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇന്ന് ഹല്ലേലൂയ ഈ വചനം ചിന്തിക്കുമ്പോഴും നമ്മുടെ കൂടുണ്ട്. യേശു മാറാത്തവനാണ്. ഏത് സാഹചര്യങ്ങൾക്കും കർത്താവിന് നമ്മളുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മളെയോ കർത്താവിനെയോ വേർപിരിക്കാൻ കഴിയത്തില്ല. കാരണം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നു. അൺലിമിറ്റഡ് ലവ്, അൺകണ്ടീഷണൽ ലവ്. ആ അൺകണ്ടീഷണൽ ലവ്, ആ നിബന്ധനകളില്ലാത്ത സ്നേഹം നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നുകൊണ്ട് ഒരിക്കലും ഒരു നാളും ലജ്ജിക്കപ്പെട്ടു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നമ്മൾ വീണു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവിലുള്ള സന്തോഷം കൊണ്ട് നമ്മുടെ ജീവിതം നിറയട്ടെ. ആ സന്തോഷത്തിൽ വാഴാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഈ കർത്താവിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. എബ്രായ ലേഖനത്തിൽ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനത്തിൽ അതിൻ്റെ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അലൈവ് ആൻഡ് ആക്റ്റീവ്. നമുക്ക് ചിലർക്ക് ജീവനുണ്ട്, അവർ ആക്റ്റീവ് അല്ല. ചിലർക്ക് കുടുംബമുണ്ട്, പക്ഷെ കുടുംബ ജീവിതമില്ല. ജോലിയുണ്ട്, പക്ഷേ ശമ്പളമില്ല. ബിസിനസ് ഉണ്ട്, പക്ഷേ ബിസിനസ് റൺ ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ഇൻകം ഇല്ല, വരുമാനമില്ല. അത് ഉണ്ട്, നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ഉണ്ട് എന്ന് നാം പറയുന്നതിനെ കുറിച്ചുള്ള റിസൾട്ട് നമുക്കുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിലർ പറയുമല്ലോ, ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും. ജീവനുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്, ജീവിക്കുന്നു. പക്ഷേ ദൈവവചനം ഒരുവൻ്റെ അകത്ത് വന്നാൽ അത് ജീവൻ, അതായത് ഒരു ചലിപ്പിക്കുന്ന അവസ്ഥ എന്നല്ല, അത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു മൂവ്മെൻറ്റ്, മുമ്പോട്ട് നയിക്കുന്നതായിട്ട് മാറും. നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. കാരണം നമ്മുടെ അകത്ത് വസിക്കുന്ന കർത്താവിൻ്റെ ജീവൻ നമ്മളെ അതിലേക്ക് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ കർത്താവിൻ്റെ വചനത്തെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ ആ വചനം നമ്മൾ കൊണ്ടുവരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജീവനും ചൈതന്യവും. അതുകൊണ്ട് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 63-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാണ്. ഈ ജീവൻ നിങ്ങളെ ആക്റ്റീവ് ആക്കും. ഈ വചനം നിങ്ങളെ ചലിപ്പിക്കുമാറാക്കും. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ച പോലെ എല്ലാം ഉണ്ട്, പക്ഷെ അതിൻ്റെ ഫ്രൂട്ട് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് ഫലകരമായ, നിങ്ങളുടെ കുടുംബജീവിതമാകട്ടെ, നിങ്ങളുടെ ശുശ്രൂഷയാകട്ടെ, നിങ്ങളുടെ ബിസിനസ്സാകട്ടെ, നിങ്ങളുടെ ജോലിയാകട്ടെ, അതിനെ ഫ്രൂട്ട്ഫുൾ ആക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ആ ഫലം നിലനിൽക്കേണ്ടതിനും. ഇപ്പം കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഫലം കായ്ക്കും. ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വൃക്ഷത്തിൻ്റെ വളർച്ചയുടെ പൂർണ്ണതയാണ് ഫ്രൂട്ട്, അല്ലേ? ഒരു വൃക്ഷം വളരുന്നു,
അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തി അതിൻ്റെതായ നിലയിൽ അതിന് പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ പൂർണ്ണ വളർച്ചയിൽ നിന്നാണ് ഫലം ഉണ്ടാകുന്നത്. ഫലം എന്ന് പറയുന്നത് പൂർണ്ണ വളർച്ച. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തെന്ന് കർത്താവ് പറയുന്നത്, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് ഫലം കായ്ക്കാൻ, അഥവാ നമ്മൾ പൂർണ്ണ വളർച്ചയിലെത്താനും ആ വളർച്ചയിൽ നിലനിൽക്കാനുമാണ്. അവിടെ ഈ പൂർണ്ണ വളർച്ചയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും. അതായത് നമ്മൾ കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്നതല്ല, നമ്മൾ ഫലം കൊടുക്കാൻ തുടങ്ങും. കർത്താവിന് വേണ്ടി ചെയ്യാനായിട്ട്, കർത്താവിന് വേണ്ടി ഓടാനായിട്ട്, ആത്മാക്കളെ നേടാനായിട്ട്, നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികളെക്കുറിച്ച്, ജീവിതങ്ങളെക്കുറിച്ച് ഒരു ഭാരം, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഓടിപ്പോകുന്നവരെ കുറിച്ച് ഒരു ബർഡൻ നമ്മുടെ അകത്തുണ്ടാകുന്നു. ഇത് നമ്മൾ കർത്താവിൽ വളരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണത്. ആത്മാക്കളെ നേടാൻ, നഷ്ടപ്പെട്ടു പോയവരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ, വീണുപോയവരെ കർത്താവിലേക്ക് വീണ്ടും അടുപ്പിക്കാനായിട്ട്, തളർന്ന മുഴങ്കാലുകളെ ബലപ്പെടുത്തുന്ന ഒരു ഹൃദയം നമ്മളിലുണ്ടാവും. നമ്മൾ കർത്താവ് എനിക്ക് എന്ത് ചെയ്യുമെന്നല്ല, എനിക്കെന്ത് കർത്താവിൻ്റെ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മുടെ ചിന്ത, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. കർത്താവിലായി തീരുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു വലിയ വ്യതിയാനമാണ് അത്. എങ്ങനെ എനിക്ക് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും, എന്തെങ്കിലും. ഇപ്പം നമ്മൾ ഒരു കൂട്ടായ്മ നിൽക്കുന്നെങ്കിൽ ആ കൂട്ടായ്മയിലെ ചുമതലക്കാരൻ നിങ്ങളോട് പറഞ്ഞിട്ട്, പാസ്റ്ററോ അച്ഛനോ ആരെങ്കിലും ആകട്ടെ, പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്, അവരുടെ അനുവാദത്തോട് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്നാൽ നിങ്ങൾ ആ കൂട്ടായ്മയായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും ചെയ്യേണ്ട ചില കാര്യമുണ്ട്. അത് ചെയ്യാനൊരു താല്പര്യം നമുക്ക് തോന്നാത്തതിന് കാരണം നമ്മുടെ കർത്താവിൻ്റെ തലയോളം, ക്രിസ്തുവാകുന്ന തലയോളം നമ്മൾ വളരാത്തതുകൊണ്ടാണ്. നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ അകത്തൊരു ആഗ്രഹമാണ്, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ആത്മാക്കളെ നേടണം. ഈ ഒരു ദാഹം നമ്മുടെ ഉള്ളിലുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ജീവനും ചൈതന്യവും, അലൈവ് ആൻഡ് ആക്റ്റീവ്. ഓരോ നാൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും, നമ്മളെ പ്രവർത്തിപ്പിക്കും, നമ്മളെ ആക്റ്റീവ് ആക്കും. നമ്മൾ വേണ്ടാന്ന് വെച്ചാലും, നമുക്ക് മടുപ്പ് തോന്നിയാലും ആത്മാവ് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. ഡു സംതിങ് ഫോർ ദ ലോർഡ്. കർത്താവിന് വേണ്ടി ചെയ്യാനായിട്ട് നമ്മുടെ അകത്ത എനർജറ്റിക്കായിട്ട് നമ്മളെ പമ്പ് ചെയ്യും, നമ്മളെ ഫോഴ്സ് ചെയ്യും. നമ്മൾ പോലും അറിയാതെ നമ്മൾ വലിയ കാര്യങ്ങളെ കർത്താവിന് വേണ്ടി ചെയ്യും. എന്നാൽ ചെയ്തിട്ട് നമ്മളെന്തോ ചെയ്തെന്നുള്ള നിലയിൽ ഇരിക്കത്തുമില്ല. ചെയ്തിട്ട് ഒന്നും ചെയ്യാത്തവരെ പോലെ നമുക്ക് ആലോചിക്കാം. കാരണം ഞാൻ കർത്താവിന് വേണ്ടിയല്ലേ ചെയ്തേ. കർത്താവിന് വേണ്ടി ചെയ്തതുകൊണ്ട് എന്നെ ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും, ഞാൻ ചെയ്തത് ഒരാൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും, ശ്രദ്ധിച്ചൊരു കർത്താവുണ്ട്. അവൻ എനിക്ക് പ്രതിഫലം തരും. അവൻ എനിക്ക് പ്രതിഫലം തരും. അതെങ്ങനത്തെ പ്രതിഫലമാണ്? അവകാശമെന്ന പ്രതിഫലം. ദാസന്മാർക്കാണ് എന്ത്? ശമ്പളം, കൂലി. എന്നാൽ മക്കൾക്ക് അവകാശമാണ്. ഇപ്പം നമ്മൾ കർത്താവിനെന്നോണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രതിഫലമല്ല, അഥവാ വേജ് അല്ല, പകരം അവകാശമാണ് കിട്ടുന്നത്. പ്രൈസ് ഗോഡ്. നമ്മൾ അവകാശികളാണ്. കാരണം നമ്മൾ മക്കളാണ്. ഈ മക്കളെന്ന് പറയുമ്പോൾ നമ്മൾ പിതാവിൻ്റെ സാദൃശ്യത്തിൽ, പിതാവിനെ പോലെ, പിതാവിന് വേണ്ടി, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് മക്കൾ, അല്ലേ? നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം എൻ്റെ 3-ാം വാക്യം അവിടെ പറയുന്നത്, ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ്. പക്ഷെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ എപ്പോൾ അനുസരണക്കേട് കാണിച്ചോ
അപ്പോൾ അവൻ മനുഷ്യ സാദൃശ്യത്തിലായി. അത് പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെട്ടു. തേജസ് ഇല്ലാത്ത മനുഷ്യൻ, അതായത് ദൈവത്തിന്റെ സാദൃശ്യം നഷ്ടപ്പെട്ടിട്ട് ആ മനുഷ്യനായിട്ട് മാറി. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 2:7 മനുഷ്യനെ ജീവനുള്ള ദേഹി എന്ന് പറയുകയും, എന്നാൽ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവനെ ജഡമെന്നും പരിചയപ്പെടുത്തുക. മനുഷ്യൻ ജഡമായിട്ട് തീർന്നു. ഈ ജഡമായിട്ട് തീർന്നതായ മനുഷ്യൻ, ജഡമായി തീർന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് പിന്നത്തത് നമ്മൾ കാണുന്നത് വീണുപോയി. അവന് നിയമം കൊടുത്തു, ആ നിയമം ചെയ്യാൻ കഴിയാതെ അവൻ വീണ്ടും അവിടെയും തോറ്റു. അങ്ങനെ തോറ്റ മനുഷ്യന് വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനെ മനുഷ്യ സാദൃശ്യത്തിൽ അയച്ചു. ജഡപ്രകാരം യേശുവിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ 7-ാം വാക്യം. മനുഷ്യ സാദൃശ്യത്തിലായി. മനുഷ്യ സാദൃശ്യത്തിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തിന് മനുഷ്യന്റെ ഇമേജിലാകാനൊരു പ്രത്യേക ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ആദാം അനുസരണക്കേട് കാണിച്ച് വീണുപോയത് കൊണ്ട് മനുഷ്യ സാദൃശ്യത്തിലാകേണ്ടിയിരുന്നു യേശു. അങ്ങനെ വന്നവനായ യേശു പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെട്ട മാനവജാതിയുടെ ദൈവവുമായുള്ള ബന്ധത്തെ കർത്താവ് റിസ്റ്റോർ ചെയ്തു. അത് പിതാവായ ദൈവം തന്നെ ചെയ്ത കാര്യമാണ്. പിതാവായ ദൈവം പുത്രനിലൂടെ ഈ ഭൂമിയിലുള്ള സകലത്തിനെയും പിതാവുമായിട്ട് നിരപ്പിച്ചു. അപ്പൊ നമുക്ക് യേശുക്രിസ്തുവിനോട് ലഭിച്ച ഏറ്റവും വലിയ പദവിയാണ് പിതാവിനോടുള്ള നിരപ്പ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി. ജീവൻ എന്ന് പറയുമ്പോൾ പിതാവുമായിട്ട് നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മ തിരിച്ചു കിട്ടി. അതാണ് ആ ജീവൻ എന്ന് പറയുന്ന അർത്ഥം. ആ ജീവനും ജീവന്റെ സമൃദ്ധി, അതായത് ആ കർത്താവുമായിട്ടുള്ള ബന്ധം കൊണ്ട്, പിതാവുമായുള്ള ബന്ധം കൊണ്ട് നമുക്ക് കിട്ടിയതെന്താ? പുത്രത്വം. അതുകൊണ്ടാണ് മുടിയനായ പുത്രൻ ഭവനത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അപ്പൻ പറഞ്ഞ കാര്യമാണ്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ജീവനോടെ തിരിച്ചു കിട്ടി എനിക്ക്. എപ്പോഴാ തിരിച്ചു വന്നത്? ഇത്രയും നേരം ഇവൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവനൊരു ദാസനായി മാറി. ആ ദാസനായി മാറി ഇവൻ തിരിച്ചു വന്നപ്പോ അപ്പം പറയുക ജീവൻ, അഥവാ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി എത്തുകയും അപ്പന്റെ മകനായിട്ട് മാറുകയും ചെയ്യുന്ന അവസ്ഥയുടെ പേരാണ് ജീവൻ. ഇപ്പൊ യേശുവിലൂടെ യേശു വന്നത് എന്തിനാ? നമുക്ക് ജീവൻ ഉണ്ടാകാൻ. നമ്മൾ അപ്പന്റെ ഭവനത്തിലെത്താനും അപ്പന്റെ ഭവനത്തിന്റെ നന്മ ആ ഭവനത്തിലെത്തിയതോടെ നമുക്ക് പുത്രത്വം തിരികെ കിട്ടി, മക്കൾ എന്ന പദവി തിരികെ കിട്ടി. ആ മക്കൾ എന്ന പദവി തിരികെ കിട്ടുക എന്ന് പറയുമ്പോൾ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവപുത്രൻ എന്നാണ് നമ്മൾ കാണുന്നത്. യേശു യോർദാനിൽ സ്നാനമേറ്റ് യോർദാനിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറന്ന് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി വന്ന് അവിടെ വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പക്ഷേ യേശുവിനെ മരുഭൂമിയിലേക്ക് ആത്മാവിലാൽ നയിക്കപ്പെടുകയും യേശു മരുഭൂമിയിലെത്തി ഉപവാസത്തിന് ശേഷം അവിടെ പരീക്ഷകൻ വന്ന് യേശുവിനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാകാൻ കൽപ്പിക്കുക. അപ്പൊ യേശുവിനെ ദൈവപുത്രനായിട്ട് പരിചയപ്പെടുത്തുന്നു. ദൈവപുത്രനായിട്ടാണ് യേശു വന്നത്. എന്നാൽ യേശു ആ പുത്രത്വത്തിൽ യേശു മാത്രം ഇരിക്കാനായിട്ടല്ല യേശു വന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ഉള്ള അധികാരം യേശുക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടി. അഥവാ നമ്മൾ മക്കളായിട്ട് മാറി യേശുക്രിസ്തുവിലൂടെ. അപ്പൊ ആ യേശുവിന്റെ സ്വരൂപത്തിലേക്ക്
ആദാമിൻ്റെ സ്വരൂപത്തിൽ ജനിച്ചവരെല്ലാം, ആദാമിൻ്റെ മക്കളായി ജനിച്ചവരെല്ലാം ആദാമിൻ്റെ സ്വരൂപത്തിലായി തീർന്നപ്പം യേശുവിൽ വീണ്ടും ജനിച്ചവരെല്ലാം യേശുവിൻ്റെ സ്വരൂപത്തിലായി മാറി. അപ്പം നിങ്ങൾ ഞാനും യേശുവിൻ്റെ സ്വരൂപം. എങ്ങനെയാ? വീണ്ടും ജനിച്ചപ്പോൾ. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരുവൻ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ, യേശുവിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുകയാണ്. അത് അത്രമാത്രം സിമ്പിളാണോ? നമുക്ക് ദൈവജനത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മതിന്മകളെക്കുറിച്ച് അറിയുന്നവരെ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. 6-ാം വാക്യം: ആ വൃക്ഷഫലം തിന്മാൻ നല്ലത്, കാണുവാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിന് കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. അവിടെ സംഭവിക്കുന്നത്, അവർ കഴിച്ചു. ആ പഴം കഴിച്ചപ്പോൾ അവരായിട്ടല്ല, അവരുടെ ശ്രമം കൊണ്ട് അവർ കണ്ണു തുറന്നതല്ല. അവർ കഴിച്ചപ്പോൾ അവരിൽ ഒരു മാറ്റം സംഭവിച്ചു. അവർ പോലും അറിയാതെ ഒരു മാറ്റം, അവരുടെ കണ്ണ് തുറന്നു. അഥവാ പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കുക, അവർ ചെയ്തത് വലിയ കാര്യമൊന്നുമല്ല, ഏതോ വലിയ മഹാപാതകം എന്ന് പറയുന്ന രീതിയിൽ ഇപ്പം നമ്മൾ ചിന്തിച്ചാൽ ഒരു ചെറിയ കാര്യമാണ്. എന്താ? ദൈവം പറഞ്ഞു പഴം തിന്നരുതെന്ന്, അത് തിന്നു. ഒരു പഴം തിന്നരുതെന്ന് പറഞ്ഞു, അത് കഴിച്ചു. അത്രേ ഉള്ളൂ. ചെറിയൊരു കാര്യമാണ്. നോക്കിയാൽ അതിന് അത്രമാത്രം ഒരു വലിയ മഹാ തെറ്റ് എന്ന നിലയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറിയ കാര്യമാണ്. പക്ഷേ ആ സിമ്പിളായ കാര്യത്തിൽ കൂടെ അവർക്ക് അവരുടെ മേലുണ്ടായിരുന്ന ദൈവമഹത്വവും, അവർക്ക് ഒന്ന് നോക്കുക, അവിടെ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങൾക്കും പേരിട്ടത് ആദാമാണ്. ആദാം വിളിച്ചത് അവർക്ക് പേരായി. ആദാം അവിടുത്തെ വലിയ ജീവികളെ പോലും ആദാം വാണു. ആദാം ഭൂമിയെ മുഴുവൻ വാണു. അങ്ങനെ വാഴ്ചയുണ്ടായിരുന്ന ആദാം, വാഴാനായിട്ട് അധികാരമുണ്ടായിരുന്നവനായി ആദാം, ആ അധികാരം നഷ്ടപ്പെട്ടത്, മഹത്വം നഷ്ടപ്പെട്ടത്, ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടത് വലിയൊരു കാര്യം ചെയ്തപ്പോഴല്ല, പഴം പറിച്ച് തിന്നുന്ന സിമ്പിൾ ഒരു കാര്യം ചെയ്തപ്പോൾ. പക്ഷേ ആ സിമ്പിൾ ഒരു കാര്യത്തിൽ, ആ സിമ്പിൾ പഴം പറിച്ച് തിന്നുക എന്ന് പറയുന്ന നിസ്സാര കാര്യത്തിൽ ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. അനുസരണക്കേട് എന്ന ഒരു വലിയ കുഴപ്പം. ആ വലിയ പ്രശ്നം ആ ചെറിയ കാര്യത്തിലൂടെ ആദാമിന് വലിയ നഷ്ടത്തെ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ മിസ്റ്റേക്ക്, ഒരു ചെറിയ അനുസരണക്കേട് ഒരു വലിയ നഷ്ടം ഉണ്ടാക്കുമെങ്കിൽ, ഒരു ചെറിയ അനുസരണത്തിന് ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിച്ചുകൂടെ? തീർച്ചയായിട്ടും. അഥവാ പ്രിയപ്പെട്ടവർ, നിങ്ങൾ യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുമ്പോൾ സിമ്പിളാണോ? യേശുവിൻ്റെ രക്തം നമ്മുടെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കും. അത്ര സിമ്പിളാണോ? കർത്താവിന് കൈക്കൊണ്ടവർ ദൈവ മക്കളായിട്ട് മാറും. അത് ഇത്ര സിമ്പിളാണോ? ഹല്ലേലൂയ. അപ്പം യേശുവിനെ കർത്താവെന്ന് വിളിച്ചാൽ മാത്രം മതിയോ? ഇത് സിമ്പിളാണോ? ഇത് സിമ്പിളാണ്. മനുഷ്യൻ വീണ് പോയത് ഒരു ചെറിയ മിസ്റ്റേക്കിലൂടെയാണ്. പക്ഷേ ആ അനുസരണക്കേടിൽ അവൻ്റെ മഹത്വം മുഴുവൻ, അവനിലുണ്ടായിരുന്ന ദൈവിക പദവി, ദൈവിക സാന്നിധ്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളിലും എന്നിലുമുള്ള ഹല്ലേലൂയ ദൈവ തേജസ്സിനെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അനുസരണക്കേട് കൊണ്ട് നഷ്ടപ്പെടുത്തിയെങ്കിൽ, നിങ്ങളിലും എന്നിലുമുള്ള ആമേൻ അനുസരണം കൊണ്ട് വലിയ ദൈവ മക്കളെന്ന് പറയുന്ന വലിയ പദവിയിലേക്ക് നിങ്ങൾക്കും എനിക്കും ആയിത്തീരാൻ സാധിക്കും. അവിടെ ആദമും ഹവ്വയും അവരുടെ ഒരു സ്പെഷ്യൽ എഫേർട്ട് കൊണ്ടല്ല കണ്ണ് തുറന്നത്. ആ പഴം തിന്നപ്പോൾ അവരുടെ കണ്ണ് തുറക്കുക എന്ന് പറയുന്ന പ്രക്രിയ അവരിൽ നടന്നു. അഥവാ ആ കണ്ണ് തുറന്നതോടുകൂടെ അവർ ഹല്ലേലൂയ കാണാൻ തുടങ്ങി. 2 ഹല്ലേലൂയ അവരുടെ ജീവിതത്തിനകത്ത് 1 അവർ കാണാൻ തുടങ്ങി. 2 രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്, അവർ അല്ലെങ്കിൽ ഇത്ര നേരം സംസാരിച്ചതുപോലല്ല അന്യോന്യം കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവരുടെ സംസാര രീതി മാറി. അപ്പോൾ അവരുടെ ശാരീരികമായ പ്രകൃതം മാറി, അവരുടെ കാഴ്ചപ്പാട് മാറി, അവരുടെ സംസാര രീതി മാറി. ഈ പഴം പറിച്ചു തിന്നപ്പോൾ, അഥവാ ഈ 3 പ്രക്രിയയും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവർ പിതാവിൽ നിന്ന്, അഥവാ ദൈവത്തിൽ നിന്ന് ബന്ധം നഷ്ടപ്പെടുത്തി അവർ മരിച്ചുപോയി എന്ന് ദൈവവചനത്തിൽ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഒരു വ്യക്തി യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മളിലും ഈ മാറ്റം ഉണ്ടാകും. എന്താണെന്നറിയാമോ? ആദ്യം നമുക്ക് സംഭവിക്കുന്നത്, യേശു എൻ്റെ കർത്താവെന്ന് നമ്മൾ ഒരുവൻ വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ അവനിൽ സംഭവിക്കുന്നത്,
ജീവൻ തിരിച്ചു വരിക, ജീവൻ തിരിച്ചു വരിക. ജീവൻ, പ്രിയപ്പെട്ടവരെ, എന്താ ജീവൻ? പിതാവുമായുള്ള ബന്ധം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർത്താവിനോടൊരു ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, യേശു. പലപ്പോഴും നമ്മൾ പല പടികളെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ആമേൻ. കർത്താവിൻ്റെ വളർച്ചയ്ക്ക്, ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത്ര പടവുകൾ, പ്രാർത്ഥനയ്ക്ക് ഇത്ര സ്റ്റെപ്പുകൾ. ഇവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, അത് യേശുവാണ്. ആത്മീയ വളർച്ചയ്ക്ക് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, അത് യേശുവാണ്. അപ്പോൾ യേശുവിനെ കർത്താവായിട്ട് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ ആദ്യം സംഭവിക്കുന്ന കാര്യം, നിങ്ങളിൽ ജീവൻ വരും. രണ്ടാമത് സംഭവിക്കുന്ന കാര്യം, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങളുടെ കാഴ്ച മാറും. അതായത് പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ദൈവം ഒരുക്കിയതിനെ കാണാൻ തുടങ്ങും. വചനം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കിടെ ഒരുക്കിയിട്ടുള്ളതും കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യനെയും ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ ഹല്ലേലൂയ, നമ്മുടെ കാഴ്ച മാറി. അതായത് കർത്താവ് എനിക്ക് തരണേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയുന്നതിന് പകരമായിട്ട് ഹല്ലേലൂയ, ജീവനും ഭക്തിക്ക് വേണ്ടി ഇതെല്ലാം നമുക്ക് തന്നു കഴിഞ്ഞു എന്നുള്ളതും, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നതും നമ്മൾ കാണാൻ തുടങ്ങി, നമ്മളതിൽ ജീവിക്കാൻ തുടങ്ങി, നമ്മളത് എൻജോയ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ജീവിതത്തിൽ അത് ആസ്വദിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആ അനുഭവം, ആ അവസ്ഥയാണ് ഹല്ലേലൂയ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഒന്ന്. രണ്ടാമത് ഹല്ലേലൂയ, അവരത്രയും നാളും അവരെ അന്യോന്യം കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഹവ്വ ആദമിനെയും കുറ്റം പറയാൻ തുടങ്ങി. ആദം പറഞ്ഞു, ഹവ്വ പറഞ്ഞു, ഞാനല്ല, ഈ സർപ്പം എന്നെ വഞ്ചിച്ചു. ആദം പറഞ്ഞു, ഇല്ല, ഞാനല്ല, ഹവ്വ എനിക്ക് തന്നു, ഞാൻ തിന്നു. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന നിലയിലേക്കായി തീർന്നു. ഹല്ലേലൂയ. എവിടുന്ന? ആ ജീവൻ നഷ്ടപ്പെട്ട സ്ഥലത്തു നിന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അങ്ങനെയാണെങ്കിൽ ആ പഴം പറിച്ച് തിന്നൊരു പ്രക്രിയ അവരുടെ സംഭാഷണത്തിൽ മാറ്റം വരുത്തിയെങ്കിൽ, യേശുവിനെ അനുസരിക്കുന്ന പ്രക്രിയ നമ്മുടെ സംഭാഷണത്തിൽ മാറ്റം വരുത്താൻ തുടങ്ങും. സ്നേഹത്തിൻ്റെ ഭാഷ നമ്മളിന്ന് വെളിപ്പെടാൻ തുടങ്ങും. നമ്മളിൽ ഹല്ലേലൂയ താഴ്മയുടെ ഭാഷ നമ്മളിൽ വരാൻ തുടങ്ങും. വിശ്വാസത്തിൻ്റെ വാക്ക് നമ്മൾ പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ, യേശു ക്രിസ്തുവിനോടുള്ള ജീവൻ സൗജന്യമാണ്. യേശു ക്രിസ്തുവിനോടുള്ള ജീവൻ നിങ്ങൾക്ക് ഹല്ലേലൂയ തൊടാവുന്ന നിലയിലാണ്. യേശുവിനോടുള്ള ജീവൻ ലളിതമാണ്. ഹല്ലേലൂയ. അതിന് നിങ്ങൾ ഹല്ലേലൂയ പല മാർഗങ്ങൾ പഠിച്ച് ഒത്തിരി മനസ്സിലാക്കി ഒന്നും പോകേണ്ട കാര്യമില്ല. യേശു എൻ്റെ കർത്താവ് എന്ന് വിശ്വസിക്കുമ്പോൾ ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ആരംഭിക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രയാസങ്ങൾ വർഷങ്ങളായിട്ടുള്ള രോഗമായിരിക്കാം, വർഷങ്ങളായിട്ടുള്ള മാനസികമായ സംഘർഷങ്ങളായിരിക്കാം, വർഷങ്ങളായിട്ടുള്ള ശാപമായിരിക്കാം, വർഷങ്ങളായിട്ടുള്ള പരാജയമായിരിക്കാം. എന്തുമാകട്ടെ പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, നിങ്ങളുടെ ഏത് അവസ്ഥയും മാറ്റാനായിട്ട് യേശുവിൻ്റെ കർത്തൃത്വത്തിന് കഴിയും. യേശുവേ എന്നുള്ള ആ കർത്താവിൻ്റെ നാമത്തെ വിളിക്കുന്ന വിളിയില്ല, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ആ നാമത്തിൽ നിങ്ങളുടെ രോഗശക്തികൾ, യേശു വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ ശരീരത്തിലേറ്റ മുറിവുകൾ നമ്മുടെ സൗഖ്യത്തിനാണ്. യേശുവിൻ്റെ ശരീരത്തിലേറ്റ ആ നിന്ന നമ്മുടെ മാന്യതയ്ക്കാണ്. യേശു മരത്തിൽ തൂങ്ങുന്നവരെ ശപിക്കപ്പെടുമെന്ന് വചനം പറയുന്ന പോലെ യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങും. അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശു ക്രിസ്തു ക്രൂശി മരിച്ചപ്പോൾ നമ്മുടെ ശാപങ്ങളെ കർത്താവ് അവിടെ ചുമന്ന് തീർത്തു. അവൻ്റെ ദാരിദ്ര്യ നിമിത്തം ഹല്ലേലൂയ നമ്മൾ സമ്പന്നരാകേണ്ടതിന് നമ്മുടെ ദാരിദ്ര്യ നിമിത്തം അവൻ ദരിദ്രനായ കൃപ, നമ്മുടെ സാമ്പത്തിക ഭാരത്തെ യേശു ഹല്ലേലൂയ യേശു ക്രൂശിൽ ചുമന്ന് തീർത്തു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയാത്ത പാപമുണ്ടോ? ആ പാപത്തെ യേശുവിൻ്റെ ക്രൂശിലെ രക്തം കൊണ്ട് കർത്താവ് തോൽപ്പിച്ച് കളഞ്ഞു, കഴുകിക്കളഞ്ഞു. നിങ്ങളെ ആർക്കും വേണ്ടാത്തവരെങ്കിലും നിങ്ങളെ യേശുവിന് വേണം. ജീവിതത്തെ കർത്താവിലേക്ക് കൊടുക്കുമെങ്കിൽ, ഹല്ലേലൂയ, യേശു എന്ന് നിങ്ങൾ വിളിക്കുമെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിലെ രോഗം സൗഖ്യമാക്കുകയും, നിങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല നിങ്ങളുടെ അകത്ത് നിങ്ങൾ തോറ്റുകിടക്കുന്ന മേഖലയില്ലേ, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു നല്ല ജീവിതം, പക്ഷെ അങ്ങനെ ആകാൻ പറ്റുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, ദൈവവചനത്തിൽ പറയുന്നു, മനുഷ്യന് അസാധ്യം തന്നെ, എന്നാൽ ദൈവത്തിന് സകലവും സാധ്യം.
യേശുവിലേക്ക് നോക്കാമോ? ഹല്ലേലൂയ. ആദാം പഴം പറിച്ചതിൻ്റെ സിമ്പിൾ പ്രക്രിയയിലൂടെ ജീവിതത്തിൽ മരണമെന്ന് പറഞ്ഞ വലിയ പ്രതിഭാസത്തിലേക്ക് അവൻ വീണെങ്കിൽ, യേശുവിൻ്റെ കർത്താവ് എന്ന് പറയുന്ന ഒരു ചെറിയ സമർപ്പണത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ജീവൻ എന്ന് പറയുന്ന സമൃദ്ധിയിലേക്ക്, നിത്യജീവനിലേക്ക്, ഹല്ലേലൂയ, ഇത് വെറും ജീവനല്ല, ആമേൻ പുനരുത്ഥാനത്തിന് ജീവനാണ്. ആ ജീവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആത്മാവ് വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നന്ദി കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ ഹല്ലേലൂയ വളരെ സിമ്പിളായിട്ട് കർത്താവായ യേശുവിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല നന്മകളുടെ വാതിൽ തുറന്ന പിതാവേ, ഞങ്ങളുടെ കരുതലിനായിട്ട് നന്ദി പറയുന്നപ്പോൾ കർത്താവ് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അവർക്ക് ജയിക്കാൻ കഴിയാത്ത സകല മേഖലകളിലും യേശുവിൻ്റെ നാമത്തിലെ ജയം, യേശുവിൻ്റെ നാമത്തിലെ വിടുതൽ, യേശുവിൻ്റെ നാമത്തിലെ ഉയർച്ച, യേശുവിൻ്റെ നാമത്തിലെ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവ് അനേകരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിപ്പാനായിട്ട് കർത്താവ് ഇവരെ ഓരോരുത്തരും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. ജീവിതത്തെ കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്നത് ജീവൻ്റെ ശക്തിയല്ല, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. ആമേൻ. അവൻ്റെ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ ഉയർപ്പിനോടും ഏകീഭവിച്ചവരാകും. നിങ്ങളുടെ ജീവൻ കർത്താവിൽ സേഫാണ്. നിങ്ങൾ നിത്യജീവനിലാണ്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ ധാരാളമായിട്ട് അനുഗ്രഹിച്ച് അനേകർക്ക് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി തീർക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനും നിങ്ങളുടെ കൂടെ ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിൽ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടും നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും നിങ്ങൾ ഏകീഭവിച്ചവരാകും. നമ്മൾക്കുള്ളിൽ വാഴുന്ന ജീവൻ പുനരുത്ഥാനത്തിന് ജീവനാ. ആർക്കും തകർക്കാൻ സാധ്യമല്ല. സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ജീവനിൽ വാഴാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.